അഭിമന്യമാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവാണ് ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്നത്. 2010 ജൂലൈ മാസം 18-ാം തീയതിയാണ് മോൺസിഞ്ഞൂർ ജോസഫ് പഞ്ഞിക്കാരനച്ഛനെ ദൈവദാസനായിട്ട് അഭിമന്യ പിതാവ് പ്രഖ്യാപിച്ചത്. അതിന് ആധികാരികമായ ഈ മോൺസിഞ്ഞൂർ ജോസഫ് പഞ്ഞിക്കാരനച്ഛന്റെ ജീവിത വിശുദ്ധിയും പാണ്ഡിത്യവും ഒക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ പിതാവ്. പിതാവെ, ഈ ഒരു ജീവിത വിശുദ്ധിക്കും പാണ്ഡിത്യത്തിന് നിദാനമായി അങ്ങ് മനസ്സിലാക്കിയ പഞ്ഞിക്കാരനച്ഛനെന്ന് പങ്കുവയ്ക്കാമോ? പഞ്ഞിക്കാരനച്ഛനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടുകേൾവിയുണ്ട്, വായിച്ചറിയാം, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പല സോഴ്സിൽ നിന്നുമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ അറിവ്. പഞ്ഞിക്കാരനച്ഛൻ്റെ മരണം ഞാൻ ഓർക്കുന്നുണ്ട്, പത്രത്തിൽ വായിച്ചതായിട്ട് ഓർക്കുന്നത്. 1948 പത്രങ്ങളിൽ വന്നിരുന്നു പഞ്ഞിക്കാരൻ മോൺസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരൻ നിര്യാതനായി എന്നതായ വിവരം. അദ്ദേഹത്തിൻ്റെ പേര് സത്യദൈവത്തിൻ്റെ ഉള്ളിൽ എഡിറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടുത്തി കണ്ടിട്ടുണ്ട്. അവിടെ ഇതിന് പേര് പരിചയമുണ്ടായിരുന്നു, പത്രത്തിൽ കണ്ടു അദ്ദേഹം മരിച്ചു എന്ന്. പിന്നീടുള്ള കേട്ടുകേൾവിയിലൂടെ നല്ലൊരു പറഞ്ഞു കേട്ടതും ഉള്ള അറിവാണ് പഞ്ഞിക്കാരനെ കുറിച്ച് എനിക്കുള്ളത്. വായിച്ചിട്ടുള്ള അറിവുണ്ട്. അദ്ദേഹം ചേർത്തല പഞ്ഞിക്കാരൻ കുടുംബത്തിലെ പ്രാചീന കത്തോലിക്ക കുടുംബമായിരുന്നു. ജനിച്ച് വളർന്ന് അദ്ദേഹം ഉപരിപഠനത്തിനായിട്ട് തമിഴ്നാട്ടിൽ പോയി അവിടെ നിന്നും MA ബിരുദം നേടി ശേഷം തിരിച്ചു വന്ന് അദ്ദേഹം സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് നിയമിക്കപ്പെട്ടു എന്നാണ് കേട്ടിരിക്കുന്നത്. താമസിയാതെ അദ്ദേഹം അവിടെ നിന്നും മാറി കൂടുതൽ എവഞ്ചലിക്കൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് അദ്ദേഹം മാറിയത്. വേദപ്രചാര സമൂഹം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ആളുകൾക്ക് അറിവ് കൊടുക്കുന്ന, വിശ്വാസത്തെക്കുറിച്ച് ആളുകൾ വ്യാപിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അത്. അതിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം നിയമിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം എറണാകുളവും കോതമംഗലം അതിരൂപതയിൽ, അന്നത്തെ കോതമംഗലം എറണാകുളത്തിൻ്റെ ഭാഗമാണല്ലോ, ഇടയിലെല്ലാം അദ്ദേഹം പല ഇടവുകളിലൊക്കെ പോയി ആളുകളെ വിളിച്ചുകൂട്ടി അവരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. ഇനി പല ഇടവുകളിൽ നിന്നും ഇതിൻ്റെ പ്രവർത്തനപരമായിട്ട് വളരെ പേര് വിശ്വാസത്തെക്കുറിച്ച് അറിയുവാനിടയായി. കുറേ പേരൊക്കെ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. അത് നോക്കുവാനായിട്ട് ഉപദേശിമാരെയൊക്കെ അദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നത്. ഉപദേശിമാരെ ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ട് അവരെയും സഭയിൽ താല്പര്യം കാണിച്ചവരെയൊക്കെ വിളിച്ചു കൂട്ടുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിന് ഇടവകളിൽ പോയി അവരെ വിളിച്ചു കൂട്ടിയിരുന്നു. നമ്മുടെ രൂപതയിലെ നാടുകാണി പോലെ ഉടുമ്പന്നൂർ, ആരക്കുഴ, മീങ്കുന്നം തുടങ്ങിയ പല ഇടവുകളിലും അദ്ദേഹം പോയി പ്രവർത്തനം ചെയ്തതായിട്ട് എനിക്കറിയാം. അങ്ങനെ വിശ്വാസികളെ ഉദ്ധരിക്കുക, പ്രത്യേകിച്ച് വിശ്വാസികളെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുക, അവരെ മാനസികമായിട്ട് വളർത്തുക, കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പോയി അവർക്ക് വേണ്ടിയിട്ട് ഉപദേശിമാരെ വെച്ചിരുന്നു. ഉപദേശിമാരുമായിട്ട് മീറ്റിംഗ് നടത്തിയിരുന്നു, ആളുകളുമായിട്ടും സംഭാഷണം നടത്തിയിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടത്തിയിരുന്നത്. അവസരത്തിലാണ് അദ്ദേഹത്തിന് വിശ്വാസികൾ മാത്രമല്ല, സാധാരണ താഴ്ന്ന ജാതിക്കാരെല്ലാം അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച്, അത് ലഭിക്കാത്ത ചികിത്സ സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. അത് പരിഹരിക്കാനെന്നാണ് മാർഗം എന്ന് അദ്ദേഹം ആലോചിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ സന്യാസ സമൂഹം വേണം. പിന്നെ സന്യാസ സമൂഹം തുടങ്ങുന്നതിന് മുമ്പ് ആശുപത്രി വേണം, ആശുപത്രിയിൽ ഡോക്ടർ വേണം, അങ്ങനെ സാധു ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന് പരമാവധി ചെയ്യണം ചിന്തയുണ്ടായത്. ഇങ്ങനെയാണ് അദ്ദേഹം മുമ്പോട്ട് പോയത്. താങ്ക് യു.